ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർമ്മിക്കുന്ന ഒരു സമ്മേളനം. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുവാനുള്ള യാത്രയാണ്. ഒരു കാലഘട്ടം സഭയുടെ ശുശ്രൂഷകനായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മ വരുന്നതും പ്രതിപാദിക്കുവാനാണ്. 2014 ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അന്ന് ഒരു മാസക്കാലം റോമിൽ ഞാൻ പഠിച്ച ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ പുസ്തകം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി താമസിച്ച ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നേരിൽ കാണുന്നതിനൊരു അവസരം എക്യൂമെനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുകയുണ്ടായി. അദ്ദേഹം വെണ്ണനാട് ഭദ്രദാസൻ മെത്രാപ്പൊലീത്ത. ആ ഒരു അവസരം മറക്കുവാൻ പാടില്ലാത്ത ഒന്നാണ്. അതോടൊപ്പം 2023 സെപ്റ്റംബറിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 സന്ദർഭങ്ങളിലും എന്നെ ഹഠാത് ആകർഷിച്ചതായ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വിനയമാണ്. സാധാരണ പറയുന്നത് പോലെ ഹ്യൂമിലിറ്റി ഈസ് നോട്ട് debility, but it is nobility of the character എന്ന് പറയുന്നത്. അത് അർത്ഥശങ്കയില്ലാതെ ആരെക്കുറിച്ചെങ്കിലും പറയാമെങ്കിൽ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചാണ് എന്നുള്ളത് അദ്ദേഹവുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ആദ്യം കാണുമ്പോഴും ഒരു മെത്രാപ്പൊലീത്ത മാത്രമായിരുന്ന അദ്ദേഹം എത്രമാത്രം വിനയത്തോടുകൂടിയും സമഭാവനയും ആണ് സംസാരിച്ചത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ബഹുമാനത്തെ കുറിച്ച് വിനയമുള്ളവർക്ക് മാത്രമേ അപ്രകാരം തന്നേക്കാൾ താഴ്ന്ന സ്ഥിതിയുള്ളവരെയും തന്നേക്കാൾ ഉന്നതരായി കണക്കാക്കാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിശേഷമായി കാണുന്നത്. കാതോലിക്ക സ്ഥാനത്ത് വന്നതിന് ശേഷം 2023 സെപ്റ്റംബറിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമിയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നുള്ള ആമുഖ വാക്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. എത്രമാത്രം ഒരു ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരാണ്. പത്രോസ് ശ്ലീഹായുടെ പിൻഗാമിയായിരിക്കുന്ന അദ്ദേഹം സഹോദര നിർവിശേഷമായ ബഹുമാന ആദരവോടുകൂടെ എന്നെ സ്വീകരിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് നടത്തിയതായ സംഭാഷണങ്ങളിൽ
പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം ആദ്യമായി എനിക്ക് അവസരം നൽകുകയും പിന്നീട് നടന്ന പ്രാർത്ഥനയിലും ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത് ഇന്നും ആ വിനയത്തിൻ്റെ വലിയ ശ്രീകോവിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, പിന്നീട് ഇറങ്ങി ഞങ്ങൾ പോരുന്ന സമയത്ത് അദ്ദേഹം വീൽ ചെയറിൽ ഇനി അറ്റം വരെ വന്ന് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് താഴെയുള്ള സ്ഥലത്തേക്ക് പോകുവാൻ തക്കവണ്ണം ആ ലിഫ്റ്റിൻ്റെ അടുത്ത് വരെ വന്ന് അദ്ദേഹം ഞങ്ങളെ യാത്ര അയക്കുന്നത് ഞാൻ ഓർക്കുന്നു. ആഗോള കത്തോലിക്കാ സഭയുടെ ഒരു നേതാവ് കാണിക്കുന്ന, ഒരു രാഷ്ട്ര തലവൻ കാണിക്കുന്ന ബഹുമാനവും ആദരവും അദ്ദേഹത്തോട് വളരെ കൂടുതൽ ബഹുമാനം ഉണ്ടാകുവാൻ എനിക്ക് കാരണം. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ നടക്കുകയാണെങ്കിൽ വീൽചെയറിലാണെങ്കിലും അത്രയും അടുത്ത് സംസാരിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചു, ഈ മുട്ടിൻ്റെ വേദനയ്ക്കൊന്നും ചികിത്സകളൊന്നും ചെയ്യാറില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സ്നേഹ സംഭാഷണത്തിൽ ഞങ്ങൾ എത്തിയത് കൊണ്ടാണ് അദ്ദേഹം അത് വളരെ സന്തോഷമായി സ്വീകരിച്ചിട്ട് എന്നെ എൻ്റെ ദേഹത്ത് തൊട്ടിട്ട് പറഞ്ഞു, ഡോക്ടർമാർ പറയുന്നുണ്ട് എൻ്റെ മുഖം ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു അതിന് ഞാൻ തയ്യാറല്ലെന്ന്. അതുകൊണ്ട് ഇതാണ് ഓപ്പറേഷനേക്കാൾ നല്ലതെന്ന് ഞാൻ വിചാരിക്കാമെന്ന്. ഈയിടെ എൻ്റെ കാറ്റിൻ്റെ മുമ്പിൽ വേദന ഉണ്ടായപ്പോഴും ഞാനും അത് തന്നെ അതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹം അത്രമാത്രം സൗഹൃദമായിട്ട് വിനയമായിട്ട് ആ കാര്യം പറയാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെ ആയിരിക്കണം. ദൈവകൃപയാൽ 4 വർഷം റൂമിൽ താമസിച്ച് പഠിക്കാനിടയായതുകൊണ്ട് അദ്ദേഹത്തോട് ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് ആണ് അത്രയും താഴ്ന്ന് സംസാരിക്കാൻ തയ്യാറായത്. അദ്ദേഹത്തിനോട് സന്തോഷമായി പറയുന്നത്. അങ്ങനെ ഓരോ നിമിഷങ്ങളും അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത്രമാത്രം ഏത് മനുഷ്യനെയും വിനയത്തോട് സ്വീകരിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവ മനുഷ്യർക്ക് മാത്രം ലഭിക്കുന്നതാണ്. ദൈവം ഹൃദയത്തിൽ കുടികൊണ്ടിരിക്കുന്ന ഒരു മാത്രം ലഭിക്കുന്നതാണ്. രണ്ടാമത് അഭിനന്ദ തറയിൽ തിരുമേനി ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ മാനവ സമൂഹവും പ്രകൃതി പ്രപഞ്ചവും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും വീക്ഷണങ്ങളും വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആരുടെയും മുഖം നോക്കാതെ ശക്തമായ രീതിയിൽ പറയാനുള്ള വിപതി ധൈര്യം അദ്ദേഹത്തിനുണ്ടായി. അതാണ് ബഹുമാനിക്കപ്പെടേണ്ടത്. ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഈ സമൂഹം നേരിടുന്നത് ആരായിരുന്നാലും, അത് ഇസ്രായേലിൻ്റെ ഗാസയുടെ ആക്രമണമായിരുന്നാലും, റഷ്യയുടെ ഉക്രൈനിലെ ആക്രമണമായിരുന്നാലും, ട്രംപിൻ്റെ മതിൽ കിട്ടുന്നതായിരുന്നാലും, ഏതിനോടും വളരെ ധൈര്യമായിട്ട് അവർ ചെയ്യുന്നത് അനീതിയാണെന്ന് പറയാൻ ഉള്ളതായ ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായി. കാരണം നമ്മൾ നിവസിക്കുന്ന ഈ ലോകം നീതിയിലും സമാധാനത്തിലും സ്നേഹത്തിലും പുലരേണ്ടതാണ്.
ഭാരതത്തിൻ്റെ വസുദൈവ കുടുംബകം എന്നുള്ള ആ ചിന്ത, നാം എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്, നാം എല്ലാവരും ഒരു സമാധാനത്തിൽ ജീവിക്കാനുള്ളവരാണ് എന്നുള്ള വീക്ഷണം അദ്ദേഹത്തിന് ആഴമായി ഉൾക്കൊണ്ടിരുന്നതാണ്, വേര് പിടിച്ചിരുന്നതാണ്. അതുകൊണ്ട് പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. ലോകത്തിൽ പലതരത്തിലുള്ള വീക്ഷണങ്ങളുള്ളവരുണ്ടാകും. പക്ഷേ നിരീശ്വരനെ പോലും മനുഷ്യനായിട്ടും മനുഷ്യ സ്നേഹിയായിട്ടും സഹോദരനായിട്ടും മനസ്സിലാക്കി എല്ലാ മനുഷ്യരിലും, അത് ഭിന്നശേഷിക്കാരാകട്ടെ ഏത് തരത്തിലുള്ള ആളുകളായിരുന്നാലും മനുഷ്യരെല്ലാം ഒരേ കുടുംബത്തിലുള്ളവരാണ്, ഒരേ പിതാവാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മിൽ എല്ലാവരും ദൈവം തന്നിരിക്കുന്നതാണ്, മനുഷ്യനായി ജനിച്ചിട്ടുള്ള എല്ലാം തന്നിരിക്കുന്നതാണ് ദൈവസ്വരൂപവും സാദൃശ്യവും എന്ന് പറയാം. ആ ദൈവസ്വരൂപവും സാദൃശ്യവും മറ്റുള്ളവർക്ക് കണ്ടെത്താൻ കഴിയുന്നത് ആ ദൈവസ്വരൂപത്തിൻ്റെ പൂർണ്ണതയിൽ വന്നിരിക്കുന്ന ഒരാളിന് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ പലതരത്തിലുള്ള വേർതിരിവുകൾ ജാതിയുടെയോ മതത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ ബഹുമതിയുടെയോ ആരോഗ്യത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ ഒക്കെ പേരിൽ മനുഷ്യരെ വേർതിരിച്ച് കാണാൻ കഴിയുന്ന അധമ ചിന്ത ദൈവസ്വരൂപമുള്ളവരിൽ ഉണ്ടാവില്ല. അവനെല്ലാവരെയും ഒരുപോലെ കാണാനും ഒരുപോലെ സ്നേഹിക്കുവാനും അവൻ മറ്റുള്ളവൻ്റെ വേദന എൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കാനും ഉള്ള കഴിവ്, അത് കേവലം സിമ്പതിയല്ല, നേരെ മറിച്ച് എമ്പതിയാണ്. സഹതാപമല്ല, സഹാനുഭൂതിയാണ്. ആ സഹാനുഭൂതിയിൽ അദ്ദേഹം വളർന്നുകൊണ്ടുള്ളതാണ്. മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി താലോലിക്കുന്ന ചിത്രം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കാണുകയുണ്ടായി. ഓരോരുത്തരും പ്രയാസപ്പെടുന്നവർ ജയിലിൽ പോയി ജയിലിലുള്ളവരുടെ കാല് കഴുകാനും വനിതകളുടെ കാല് കഴുകാനും അങ്ങനെ എല്ലാവരെയും സമഭാവനയോടെ ദർശിക്കുവാനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമ്മെ ഏവരെയും എപ്പോഴും വെല്ലുവിളിയോടെ നേരിടുന്നതായ അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ആകണമെന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതായ ഒരു ജീവിതമാണ് അദ്ദേഹം സമൂഹത്തിന് കാഴ്ചവെച്ചതെന്ന് വളരെ സന്തോഷത്തോടുകൂടെ പറയുവാൻ എനിക്ക് കഴിയും. മൂന്നാമത് എൻ്റെ മനസ്സിലൂടെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ആഴമായ ദൈവ ആശ്രയമാണ്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ. അർജന്റീനയിലെ സാധാരണ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു രാജ്യത്ത് നിന്ന് കത്തോലിക്ക സഭയുടെ പ്രധാന മേലധ്യക്ഷ സ്ഥാനത്തേക്ക് വളർന്നു അദ്ദേഹം ചരിത്രങ്ങളിൽ കഷ്ടതകളിൽ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. പക്ഷെ അതിലെല്ലാം പൂർണ്ണമായ ദൈവവിശ്വാസം, ആഴമായ ദൈവവിശ്വാസമുണ്ട്. പിന്നെ കഷ്ടതകൾക്ക് അപ്പുറമായി ദൈവത്തിലുള്ള ആ ഒരു പ്രത്യാശ, ദൈവകിരീടം എനിക്ക് പ്രാപിക്കണമെന്നുള്ളതായ നിർബന്ധ ബുദ്ധി. അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം, ഞാൻ നല്ല ഓർമ്മത് ഓട്ടത്തെക്കുറിച്ച് വിശ്വാസമില്ലായിരുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി പറഞ്ഞു ഉദ്ധരിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ആ നീതിയുടെ കിരീടം പ്രാപിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ വഴിയിൽ കിരീടം പ്രാപിക്കാനുള്ള വഴിയിൽ ഓട്ടം തെളിച്ചതായ ഓട്ടക്കാരനായിട്ടാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ നൈർമല്യവും പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം അദ്ദേഹം ജീവിതത്തിൻ്റെ കിരീടം പ്രാപിക്കാനുള്ള വഴികളായി അതിനെ രൂപാന്തരപ്പെടുത്തി മാറ്റപ്പെടുത്തി എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് കഴിയുന്നു. അത്രമാത്രം
വിശദമായിരിക്കുന്ന ഒരു ജീവിത വീക്ഷണം ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഡോക്ടർമാർ വെളിപ്പെടുത്തിയെന്ന് കട്ടിൽ ഈ എൻ്റെ മുറിയിൽ തന്നെ മരിക്കണമെന്ന്. ആശുപത്രി കിടക്കയിലല്ല, അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഗസ്റ്റ് ഹൗസിനകത്ത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ 2013 ചെന്നപ്പോൾ അദ്ദേഹവുമായുള്ള ഡിന്നറും മറ്റു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അദ്ദേഹം അടുത്തൊരു ടേബിളിൽ ഇരുന്ന് വളരെ സിമ്പിളായി താഴെ ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതുപടി എഴുന്നേറ്റ് പോകുന്നു. ഞങ്ങളെല്ലാവരും അതിശയിച്ചു പോയി. അദ്ദേഹം ഞങ്ങളിരിക്കുന്ന കർദിനാളന്മാരെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിരിക്കുന്ന ഒരു റിസപ്ഷൻ. അദ്ദേഹം ഞങ്ങളുമായുള്ള ആ സംഭാഷണത്തിലൊന്നും ഇടാതെ അപ്പുറത്ത് വന്ന് തൊട്ടടുത്തിരുന്ന് ഒരു മേശയിൽ ഭക്ഷണവും കഴിച്ചിട്ട് അതേപടി എഴുന്നേറ്റ്. എത്രമാത്രം ലളിതമായിരുന്നു ആ ലാളിത്യം എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന് ആ ലാളിത്യം കണ്ടുപഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ക്രിസ്തുവിൻ്റെ ഭാവമാണ്. ഏറ്റവും ലളിതമായിരിക്കുന്ന ജനനമാണല്ലോ യേശുവിന്. കട്ടിലിലല്ല ഒരു കൂടിനാണ്. ഏറ്റവും നിന്ദ്യമായ കഴുതുകുട്ടിയിലാണ് യാത്ര. അപ്പോൾ ലളിതമായിരിക്കുന്നത് സ്വീകരിക്കുവാനും അനുധാവനം ചെയ്യുവാനുള്ള മാർഗം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവകിരീടം പ്രാപിക്കാനുള്ള മാർഗമായി തീർന്നു. ദൈവസന്നിധിയിലുള്ള ആശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ സ്മരണ എല്ലാ മതവിഭാഗങ്ങൾക്കും സമൂഹത്തിനും മാർഗദൈവമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഒരു വാക്കുകൾ ചുരുക്കുന്നു.